ഇന്ന് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്തെമ്പാടുമായിട്ടും മയക്കുമരുന്നിൻ്റെ വ്യാപനം കൂടുകയാണ്. ചെറുപ്പക്കാർ ഒരുപാട് ഇതിന് അടിമപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അത് ഔദ്യോഗികമായിട്ടും അല്ലാതെ സന്നദ്ധ സംഘടനകളും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ പലതിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഈ മദ്യത്തിനെയും മയക്കുമരുന്നിനെയും ഒരേ രീതിയിലാണ് പലരും തുലനം ചെയ്യുന്നത്. അവർക്കറിയാത്തത് ആണോ എന്നറിയില്ല. അവർ മദ്യത്തിനെതിരെയാണ് കൂടുതലായി സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ മദ്യവും മയക്കുമരുന്നും രണ്ടാണ്. മദ്യം നേർപ്പിച്ച ലഹരി എന്ന് മാത്രമേ ഉള്ളൂ. അത് അമിതമാകുമ്പോഴാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ അത് അനാദികാലം മുതൽ തന്നെ ഈ മദ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രമൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ പട്ടാളക്കാർക്ക് പോലും മദ്യം കൊടുക്കുന്നില്ലേ, രാജ്യത്തെ സംരക്ഷിക്കുന്ന. പക്ഷേ മദ്യം കഴിക്കാതിരുന്നാൽ അത്രയും നല്ലത് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ മദ്യവും മയക്കുമരുന്നും തമ്മിൽ ഒന്നിക്കരുത്, ഒന്നിച്ച് പറയുകയോ അതിന് താരതമ്യം ചെയ്യുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് മയക്കുമരുന്നിനെ നോർമലൈസ് ചെയ്യുകയാണ് നമ്മൾ യഥാർത്ഥം ചെയ്യുന്നത്. ഈ മയക്കുമരുന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഉപയോഗിച്ചാൽ പോലും ചിലപ്പോൾ അത് ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. അത്രയ്ക്ക് ഭീകരതയാണ് ഈ മയക്കുമരുന്ന്. ഈ മയക്കുമരുന്നും മദ്യത്തിനെയും ഒന്നിച്ച് പലരും പറയുന്നത് ഉള്ളത് കൊണ്ടാണ് ഈ സദസ്സിലൊക്കെ ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് അങ്ങനെ പറയാൻ പാടില്ല. മയക്കുമരുന്നിന് എതിരായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അത് നമ്മളെ പുതുതലമുറയൊക്കെ രക്ഷിക്കാനും ഒക്കെ ഉള്ളതാണ്. അവിടെ നമ്മൾ മദ്യത്തിനെയും കൂടെ കൊണ്ടുവന്നിട്ട് ഈ മയക്കുമരുന്നിനെ അവിടെ ലളിതവൽക്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അത് പാടില്ല. മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ നാഡി നരമ്പുകളെയൊക്കെ നശിപ്പിക്കുകയും ജീവിതത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. അതാണ് മയക്കുമരുന്ന്. അതിൻ്റെ ഭീകരത വലുതാണ്. അതിനെതിരായ പോരാട്ടം പ്രത്യേകം തന്നെ നമ്മൾ നടത്തണം.